السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 205 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 205 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാക്കിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് وبشر المؤمنين. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. وما كان الله ليضل قوما بعد إذ هداهم حتى يبين لهم ما يتقون إن الله بكل شيء عليم. إن الله له ملك السماوات والأرض يحيي ويميت وما لكم من دون الله من ولي ولا نصير. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنهم بهم رؤوف رحيم. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സൂറത്തു തൗബയിലെ 112 മുതൽ 117 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 205 പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സ്വർഗം പകരം തരാം എന്ന വ്യവസ്ഥയിൽ അള്ളാഹു മുഅ്മിനീങ്ങളുമായി നടത്തിയ ആ ഇടപാടിനെ കുറിച്ചാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇടപാട് നടത്തുന്നതും കരാർ വെക്കുന്നതുമൊക്കെ വലിയ വിജയമാണ്. അത്തരം ആളുകൾക്ക് വലിയ സൗഭാഗ്യമാണ് കൈവന്നിട്ടുള്ളത്, ഇനി പരലോകത്ത് വരാനുള്ളത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. രണ്ടാം അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി പറയുന്നത് അങ്ങനെ ഉടമ്പടി ചെയ്ത ആളുകളുടെ മഹാഭാഗ്യങ്ങളെക്കുറിച്ച്, അവരുടെ സവിശേഷതകളെക്കുറിച്ച്, അവരുടെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുകയാണ്. അല്ലാഹു തആല അങ്ങനെ എണ്ണി പറയാണ് എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ, ആരാണ് അത്തരം ഇടപാടുകളിൽ ബന്ധപ്പെടുന്നത്, അത്തരം ഇടപാടുകൾ നടത്തുന്നത്, സ്വർഗം തരാമെന്ന വ്യവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലുമായി ഉടമ്പടി ചെയ്യുന്നത് ആരൊക്കെയാണ്, എന്താണ് ഒന്നാമത്തെ സ്വഭാവം? അത്തായിബൂൻ, അവര് നന്നായി പശ്ചാത്തപിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിനെക്കുറിച്ച് മനസ്സറിഞ്ഞ് ഖേദിക്കും. ആ പശ്ചാത്താപം സത്യസന്ധമാണെങ്കിൽ പിന്നീട് ആ തെറ്റുകുറ്റങ്ങളിലേക്ക് അവർ പോകില്ല, അല്ലേ? പിന്നെ അലാബിദൂൻ, അള്ളാഹുവിനെ നന്നായി ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർ. മനസ്സാ വാച കർമ്മണ ചെയ്യേണ്ട, നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട അല്ലാത്ത ഐച്ഛികമായി ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ സമയോചിതമായി നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ആളുകളാണ് അവർ. മൂന്നാമത് അൽഹാമിദൂൻ, അവർ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്ന ആളുകളാണ്. നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരുടെ അവയവങ്ങൾ കൊണ്ടും എപ്പോഴും
അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്ന, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ. അത് അള്ളാഹുവിൻ്റെ നന്ദിയുടെ ഒരു ഭാഗമാണ് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നത്. അള്ളാഹുവിനെ സ്തുതിക്കാത്ത ആളുകൾ ശരിക്കും നന്ദി ചെയ്യാത്ത ആളുകളാണെന്നാണ്. ഖിയാമത്ത് നാളിൽ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആളുകൾ ഏതവസ്ഥയിലും സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും എന്ന് ഹദീസിലുണ്ട്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നാലാമതായി പറയുന്ന അവരുടെ സ്വഭാവം അസ്സായിഹൂൻ, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, നന്നായി നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ്. അഞ്ചാമതായും ആറാമതായും പറയുന്ന ഗുണം അവർ റുക്കൂഉം സുജൂദും നിർവഹിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളാണ് എന്ന് അർത്ഥം. റുക്കൂഉം സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ റുക്കൂഉം സുജൂദൊക്കെ. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതേപോലെ തന്നെ നിസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും വേറെയും ചില പദങ്ങൾ ഖുർആനിൽ പ്രയോഗിക്കാറുണ്ട്. ഖിയാം എന്ന് പറയാറുണ്ട് നിസ്കാരം ഉദ്ദേശിച്ച്. നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഖിയാം, എഴുന്നേറ്റ് നിൽക്കുക എന്നത്, അല്ലേ? നൃത്തം എന്ന് നമ്മൾ പറയും. പിന്നെ കഴിഞ്ഞ പേജിലെ 108-ാമത്തെ ആയത്തിൽ മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ 108-ാമത്തെ ആയത്തിലെ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തഖും ഫീഹി അബദൻ, ലാ തഖും ഫീഹി അബദൻ. നബിയെ, താങ്കൾ അവിടെ നിസ്കരിക്കുന്നതിൻ്റെ അർത്ഥം, താങ്കൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ശരിക്കും ഖിയാം എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശം? നിസ്കരിക്കരുത് എന്നർത്ഥം. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, അങ്ങ് നിസ്കരിക്കാൻ. അപ്പോൾ ഖിയാം എന്നത് എന്തായി? നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നർത്ഥം. ഏഴാമതായി അവരുടെ ഗുണം പറയുന്നത് അവർ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന ആളുകളും വേണ്ടാത്തരങ്ങളെക്കുറിച്ച് വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഓരോരുത്തരും സ്വയം നന്നായാൽ മാത്രം പോരല്ലോ, സമൂഹം നന്നാവണം. സമൂഹം നന്നാവണം എന്ത് വേണം? നന്മ ഉപദേശിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടായേ പറ്റൂ. ഈ രണ്ട് ഗുണങ്ങളും ഖുർആനിലും ഹദീസിലും ഒരുപാട് എടുത്തു പറയപ്പെട്ട വിഷയമാണ്. ഇതിൻ്റെ ശ്രേഷ്ഠതകളും ഫലങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എട്ടാമതായി ഇത്തരം ആളുകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ ഹുദൂദുകളെ, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിധികളെ, അള്ളാഹു തആല നിശ്ചയിച്ച നിയമത്തിൻ്റെ അതിർത്തികൾ അത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. ആ വിധിവിലക്കുകൾ, ആ നിയമപരിധികൾ അവർ നന്നായി സൂക്ഷിക്കും. അത് മറികടക്കൂല, അത് ലംഘിക്കൂല, അത് ദുർവ്യാഖ്യാനം ചെയ്യൂല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. ഈ അവസാനം പറഞ്ഞ ഗുണം അത് എല്ലാ നല്ല ഗുണങ്ങളുടെയും അടിസ്ഥാനമായൊരു ഗുണമാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും പരിധികളും ലംഘിക്കാതെ അങ്ങനെ കൃത്യമായി കൊണ്ട് നടക്കുക. ഈ 8 ഗുണങ്ങളുമുള്ള സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം നബിയെ എന്ന് അവസാനമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല പറയുന്നുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് 2 ലോകത്തും വിജയമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ അവരോട് സന്തോഷവാർത്ത അറിയിക്കണം. മാഷാ അല്ലാഹ്. നമുക്ക് ആയത്ത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. التائبون അവർ നന്നായി പശ്ചാത്താപം നടത്തുന്ന ആളുകളാണ്. അൽ ആബിദൂന അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണ്. അൽ ഹാമിദൂന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അസ്സായിഹൂന നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ്. അറാക്കിഊന അസ്സാജിദൂന റുക്കൂഉം സുജൂദുകൾ ചെയ്യുന്ന ആളുകളാണ്, എന്നാണ് നിസ്കരിക്കുന്ന ആളുകളാണ്. അൽ ആമിറൂന കൽപ്പിക്കുന്നവരാണ്. ബിൽ മഅറൂഫി നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ആളുകളാണ്. വന്നാഹൂന വിരോധിക്കുന്ന ആളുകളാണ്. അനിൽ മുൻകരി തിന്മയെ വിരോധിക്കുന്ന, മഅറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ആളുകളാണ് അവർ. പിന്നെയോ വൽ ഹാഫിളൂന അവർ സൂക്ഷിക്കുന്ന ആളുകളാണ്, കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. എന്തിന്? ലിഹുദൂദില്ലാഹി അള്ളാഹുവിൻ്റെ നിയമപരിധികൾ. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ സൂക്ഷിക്കുന്ന ആളുകളുമാണവർ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോട് ബശിർ നബിയെ അങ്ങ് സന്തോഷവാർത്ത അറിയിക്കണം. അൽ മുഅ്മിനീന സത്യവിശ്വാസികളായ ആളുകൾക്ക്, ഇത്തരം ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷവാർത്ത അറിയിക്കണം ഇത്തരം സത്യവിശ്വാസികൾക്ക്. ഇവിടെ തായിബൂന, ആബിദൂന, ഹാമിദൂൻ എന്നൊക്കെ നമുക്കറിയാം. സായിഹൂൻ എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കുന്നവർ എന്നാണ് മിക്ക മുഫസ്സിരീങ്ങളും അർത്ഥം കൊടുത്തത്. അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ എന്നും അതിനർത്ഥമുണ്ട്. സായിഹ് എന്ന് പറഞ്ഞാൽ സഞ്ചാരികൾ എന്നർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഭൂമിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ. സിയാഹത്ത് എന്ന് പറയും, ടൂറിസത്തിനൊക്കെ പറയും സിയാഹത്ത്. ഭൂമിയിലൂടെ സഞ്ചാരം നടത്തുക എന്നാണ് എൻ്റെ അർത്ഥം. സഞ്ചാരികൾ പൊതുവെ, യാത്ര ചെയ്യുന്ന ആളുകൾ പൊതുവെ ഭക്ഷണം ഒക്കെ ഒഴിവാക്കുമല്ലോ. ചിലപ്പോൾ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല,
അതേപോലെ മറ്റുള്ള സുഖ സൗകര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കും. അവരും തന്നെ നോമ്പിലൊക്കെ ഉള്ളതുപോലെ ഒരുതരം ത്യാഗം അനുഭവിക്കുന്ന ആളുകളാണ്. സമയത്ത് ഭക്ഷണം കിട്ടൂല, സമയത്ത് ഉറങ്ങാൻ പറ്റൂല, പിന്നെ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന സുഖ സൗകര്യം അനുഭവിക്കാൻ പറ്റൂല, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ആളുകളാണ് യാത്രക്കാർ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പദത്തിന്, സായിഹുൻ എന്ന പദത്തിന് നോമ്പുകാരൻ എന്നും അർത്ഥം പറയാം, ഹിജറ പോകുന്നവനെന്ന് അർത്ഥം പറയാം, ധർമ്മസമരത്തിൽ വേണ്ടി പുറപ്പെടുന്നതിന് അർത്ഥം പറയാം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മറ്റു നല്ല കാര്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം പറയാം. കാരണം എല്ലാറ്റിലും ഈ പറയപ്പെട്ട ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല മുഫസ്സിരീങ്ങളും അങ്ങനെ ഈ അർത്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും സായിഹുൻ എന്നതിന് അർത്ഥം പറഞ്ഞത് നോമ്പുകാർ എന്നാണ്. യാത്രക്കാരെ പോലെ പല ത്യാഗങ്ങളും അനുഷ്ഠിക്കുന്ന ആളാണ് നോമ്പുകാരും, അറിയാലോ. മാത്രമല്ല ഈ സമുദായത്തിന്റെ സിയാഹത്ത് നോമ്പ് നോൽക്കുക എന്നതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി മഹാനായ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ സിയാഹത്ത് എന്താണ്? ഈ ഉമ്മത്തിന്റെ സഞ്ചാരം എന്താണ്? നോമ്പ് നോൽക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സായിഹുൻ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കുന്നവർ എന്നർത്ഥം പറയാം എന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. പല ആളുകളും ഈ അർത്ഥമാണ് ശരി എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതർത്ഥം? സായിഹുൻ എന്ന പദത്തിന് നോമ്പുകാർ എന്ന അർത്ഥം വെക്കുന്നതാണ് ശരി എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇനി നമ്മൾ 113 ആയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സൂറ പഠിച്ചപ്പോൾ മുശ്രിക്കുകളെ കുറിച്ച് പഠിച്ചു, കപട വിശ്വാസികളെ കുറിച്ച് പഠിച്ചു, അവരെക്കുറിച്ചൊക്കെ കടുത്ത പല പരാമർശങ്ങളും നടത്തി. സത്യവിശ്വാസം സ്വീകരിക്കാത്ത ശത്രുതാ മനോഭാവമുള്ള മുശ്രിക്കുകളോട്, അതേപോലെ എല്ലാത്തരം കപട വിശ്വാസികളോട് അവരോടുള്ള ബന്ധം തുടരരുത്, ആ ബന്ധം വേർപ്പെടുത്തണം, ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളാണ് ഈ സൂറത്തിൽ അധിക ഭാഗത്തുമുള്ളത്. ഇനി അല്ലാഹു തആല പറയുന്നത്, അത്തരം ആളുകൾ അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ മരണശേഷവും നിങ്ങൾ ആ നിലപാട് തന്നെ തുടരണം. ഇതാണ് ഇനി പറയുന്നത്. അവരുടെ മരണശേഷവും നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? ആ നിലപാട് തന്നെ തുടരണം എന്ന് പറഞ്ഞാൽ, ബഹുദൈവ വിശ്വാസികൾ അവര് മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ ആരോ ആവട്ടെ, അതേ നിലയിൽ ബഹുദൈവ വിശ്വാസത്തിന്മേൽ അവർ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടാൻ പാടില്ല. ശത്രുതാ മനോഭാവം കാണിക്കുന്നവരോടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് പറഞ്ഞു ജീവിതകാലത്ത്. മരിച്ചാലും അങ്ങനെ തന്നെ. മരിച്ചാലും നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? ഇസ്തിഗ്ഫാർ നടത്തരുത്. അത് ഉമ്മി വാപ്പി ആയാലും പോലും നടത്തരുത്. കാരണം അവർ കുഫ്റിന്മേൽ മരണപ്പെട്ട ആളുകളാണ്. ഇതാണ് അല്ലാഹു തആല ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്വഹാബത്തിനോടും മുസ്ലിമീങ്ങളോടും ഒക്കെ അറിയിക്കുന്നത്. എന്നാൽ മരണത്തിന് മുമ്പ് അവർക്ക് ദുആ ചെയ്യാം. അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാം. പഠിച്ചവനെ അവർക്ക് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണേ എന്ന് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാം. അതിന് കുഴപ്പമില്ല. എത്ര കടുത്ത അവിശ്വാസിയാണെങ്കിലും മരണത്തിന് മുമ്പ് സത്യത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്ന അബൂ താലിബ് മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ചെന്നിട്ട് ദീനിലേക്ക് ക്ഷണിച്ചു. അബൂജഹലിന്റെ അടുത്ത് അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ ഇവിടെ അടുത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറഞ്ഞു, ഞാൻ അത് വെച്ച് അള്ളാഹിന്റെ മുമ്പിൽ താങ്കൾക്ക് വേണ്ടി എനിക്ക് വാദിക്കാലോ. ഇത് പറഞ്ഞപ്പോൾ ഉടനെ അബൂജഹൽ ഇടപെട്ടു. അബൂജഹലും അബ്ദുല്ലാഹിബ്നു ഉമയ്യ ഇടപെട്ടു. അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ, വേണ്ട, നിങ്ങൾ നിങ്ങളെ മതം ഈ പറയുന്നത് കേൾക്കരുത്. നിങ്ങൾ നിങ്ങളുടെ താങ്കൾ അബ്ദുൽ മുത്തലിബിന്റെ മതം കൈവിടുകയാണോ ചെയ്യരുതെന്ന് പറഞ്ഞു അബൂജഹൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയും. അബൂജഹൽ അപ്പുറത്തുനിന്ന് അബൂ താലിബിന്റെ മതം ഉപേക്ഷിച്ച് പോവുകയാണെന്ന് ചോദിക്കും. ഇങ്ങനെ കുറെ ആവർത്തിച്ചു എന്നാണ്. ഇതിങ്ങനെ ഈ പറച്ചിലും ഉത്തരവും ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവസാനം അബൂ താലിബ് പറഞ്ഞത്രേ, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മുഅ്മിനായില്ല എന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനത്തോടും എനിക്ക് നിരോധം വരാത്ത കാലത്തോളം, എന്നെ അള്ളാഹു തആല നിരോധിക്കാത്ത കാലത്തോളം, ചെയ്യരുതെന്ന് പറയാത്ത കാലത്തോളം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഇസ്തിഗ്ഫാറിന് വേണ്ടി പുറത്തു തരാൻ ദുആ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, തങ്ങളെ സംരക്ഷിച്ച ആളാണ് അബൂ താലിബ് എന്നവർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ അതേ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല.
ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ മറ്റൊരു ആയത്ത് കൂടി അവതരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നു, നബിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അങ്ങേക്ക് ഈ ദീനിൽ ചേർക്കാൻ കഴിയില്ല, അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കുന്ന ആള്. അപ്പൊ അബൂ ത്വാലിബ് മുസ്ലിം ആവണമെന്ന് അത്രയും ആഗ്രഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആകട്ടെ, നമുക്ക് 113-ാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. ما كان للنبي സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാടില്ല, വല്ലദീന ആമനു മുഅ്മിനീങ്ങളായ ആളുകൾക്കും പാടില്ല. എന്തു പാടില്ല? അൻ യസ്തഗ്ഫിറൂ, അവർ പൊറുക്കലിനെ തേടാൻ പാടില്ല. ആർക്ക്? ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളായ ആളുകൾക്ക്. വലൗ കാനു, അവർ ആണെങ്കിലും ശരി, ഉലി ഖുർബ, അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി. മുശ്രിക്കീങ്ങളായ ആളുകൾ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ മുഅ്മിനീങ്ങൾക്കോ നബിക്കോ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ പാടില്ല? മിൻ ബഅദി മാ തബയ്യന ലഹും, അവർക്ക് വ്യക്തമായി കഴിഞ്ഞ ശേഷം, അന്നഹും, അവർ, അസ്ഹാബുൽ ജഹീം, നരകത്തിന്റെ അവകാശികളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞ ശേഷം. അതെങ്ങനെയാണ്? കുഫ്രിന്മേലാണ് അവർ മരണപ്പെട്ടത്, അപ്പോൾ വ്യക്തമാവും. കാഫിരീങ്ങളായി തന്നെ മരണപ്പെട്ടാൽ ജഹീമിന്റെ അവകാശികളാണെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ മനസ്സിലായതിനു ശേഷം അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ മുഅ്മിനീങ്ങൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ പാടില്ല. ഇനി 114-ാമത്തെ ആയത്ത് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഅ്മിനീങ്ങളും മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക സ്വീകരിക്കാൻ കൽപ്പിക്കപ്പെട്ട ആളുകളാണ് അല്ലെ. നമ്മളൊക്കെ വല്യപ്പയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അവിടുത്തെ മില്ലത്താണ് നമ്മൾ പിന്തുടർന്നു വരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണെങ്കിലോ മുശ്രിക്കായ പിതാവിന് വേണ്ടി, അതായത് എളാപ്പാക്ക് വേണ്ടി പാപമോചനം തേടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ശരിയാവുക? ഇവിടെ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുശ്രിക്കായ വാപ്പാക്ക് വേണ്ടി, അതായത് എളാപ്പാക്ക് വേണ്ടി, ആസറിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂപ്പരെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോ ആട്ടിവിട്ടു, സ്വീകരിച്ചില്ല, നീ പോടാന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആട്ടിവിട്ടിട്ട് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പറഞ്ഞു വാപ്പായോട്, ആസറിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് പാപമോചനം തേടും. സൂറത്ത് മറിയമിൽ 47-ാമത്തെ ആയത്തിൽ ഈ വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സലാം പറഞ്ഞു പോരാ, എന്നിട്ട് ഞാൻ എൻ്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം. ഈ സംശയത്തിന് മറുപടിയാണ് ഇനി നമ്മൾ പഠിക്കുന്ന 114-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ചെയ്തത് നേരത്തെ ചെയ്ത ഒരു വാഗ്ദാനം അനുസരിച്ചാണ്. പിന്നീട് ആസർ അള്ളാഹുവിൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ അവിശ്വാസി തന്നെയാണ് എന്ന് വ്യക്തമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പണി നിർത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ല. ഈ വിഷയം സൂറത്തുൽ മുംതഹനയിൽ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ആയത്തുകളൊക്കെ അവതരിക്കാൻ കാരണം എന്താണെന്നറിയോ? സ്വഹാബികളായ ചില ആളുകൾ അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. മുശ്രിക്കീങ്ങളായി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മുശ്രിക്കീങ്ങളായ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇങ്ങനെ ദുആർക്കണത് കേട്ടു, ഞാൻ കേൾക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ഒരാൾ ദുആ ചെയ്യുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, മുശ്രിക്കുകളായ അമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഞാൻ ദുആർക്കുക, ഇസ്തിഗ്ഫാർ ചോദിക്കുക? അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ വാപ്പാക്ക് വേണ്ടി ദുആർന്നിട്ടില്ലേ? ഇസ്തിഗ്ഫാറിനെ തേടിയിട്ടില്ലേ? അത് ഖുർആനിലില്ലേ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യണത് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അയാളിനോട് ഇങ്ങോട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പാക്ക് വേണ്ടി ആസറിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയ സംഭവം ഖുർആനില്ലേ? അപ്പം എന്താ എനിക്ക് എൻ്റെ വാപ്പാക്കും വാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൂടെ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോഴാണ് ഈ 2 ആയത്തുകളും അവതരിച്ചത്. അതായത് 113-ഉം 114-ഉം അവതരിച്ചത്. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹ്
إلا أن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم وما كان استغفار إبراهيم لأبيه ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്തിഗ്ഫാർ ആയിരുന്നില്ല ലി അബീഹി തന്റെ പിതാവിന് വേണ്ടി ചെയ്ത പാപമോചനം ആയിരുന്നില്ല ഇല്ലാ അൻ മൗഇദത്തിൻ ഒരു വാഗ്ദാനത്തിന്റെ പുറത്തല്ലാതെ ആയിരുന്നില്ല വഅദഹ വാഗ്ദാനം ചെയ്തിരുന്നു ഇയ്യാഹു ഇബ്രാഹിം നബിയോട് വാപ്പാനോട് വഅദ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാഗ്ദാനം ചെയ്തിരുന്നു ആ മൗഇദത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു ഇയ്യാഹു ആരോട് തന്റെ വാപ്പയോട് അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ വാപ്പയോട് അതായത് ആസറിനോട് അതായത് എളാപ്പയായ ആസറിനോട് ചെയ്ത ഒരു കരാറിന്റെ ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് ഇസ്തിഗ്ഫാർ ചെയ്തത്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് ഇങ്ങനെ ഒരു വാഗ്ദാനത്തിന് പുറത്തായിരുന്നു. ഇങ്ങനൊരു വാഗ്ദാനത്തിന് പുറത്തല്ലാതെ മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ഞാനിങ്ങനെ നിങ്ങളെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാം എന്നൊരു വാഗ്ദാനം ചെയ്തിരുന്നു. അതിനു വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ നടന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. എന്നാൽ പിതാവിനോട് അദ്ദേഹം ചെയ്ത വാഗ്ദാനം അനുസരിച്ച് മാത്രമായിരുന്നു ഇസ്തിഗ്ഫാർ നടത്തിയത്. പിന്നെയോ ഇനിയാണ് കാര്യം, ഫലമ്മാ തബയ്യന അങ്ങനെ വ്യക്തമായപ്പോൾ, എന്ത് വ്യക്തമായപ്പോൾ? ലഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വ്യക്തമായപ്പോൾ, അന്നഹു നിശ്ചയമായും ആസർ എന്നാണ് ബാപ്പ അദുവുല്ലില്ലാഹി അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് മനസ്സിലായപ്പോൾ തബറഅ മിൻഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൽ നിന്ന് പിന്മാറി. തബറഅ എന്ന് പറഞ്ഞാൽ പിന്മാറി. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവുല്ലില്ലാഹി തബറഅ മിൻ അള്ളാഹുവിന്റെ ശത്രു തന്നെയാണ് അദ്ദേഹം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബോധ്യമായപ്പോൾ തബറഅ അതിൽ നിന്നും പിന്മാറി. അല്ലാഹു തആല പറയാണ് ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലഅവ്വാഹുൻ വളരെ വിനയശീലമുള്ള ആളാണ്, ഹലീമുൻ നല്ല സഹനശീലമുള്ള ആളുമാണ്. അവ്വാഹു എന്ന് പറഞ്ഞാൽ നന്നായി വിനയം കാണിക്കുന്ന ആൾ, ഹലീം എന്ന് പറഞ്ഞാൽ നന്നായി സഹിക്കുന്ന ആൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലാഹു തആല അങ്ങനെയാണ് പറയുമ്പോഴൊക്കെ നല്ലോണം പുകഴ്ത്തി പറയും. പല സ്ഥലത്തും പല പുകഴ്ത്തലുകളും നടന്നിട്ടുണ്ട്. ഉമ്മത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി, ഒരു പ്രസ്ഥാനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഉടനെ അനുസരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹുവിന് പറഞ്ഞാൽ പിന്നെ അപ്പുറം നോക്കൂല. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അത് ആ കുടുംബം അങ്ങനെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം, ഹാജറാബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇബ്രാഹിമിയത്തും ഹാജരിയത്തും ഇസ്മായിലിയത്തും ഈ മൂന്ന് ഗുണം ഒരു കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബം നന്നാവുമെന്നാണ്. ഇബ്രാഹിമിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എന്തേ പറഞ്ഞു അതപ്പടി അനുസരിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത് അങ്ങനെയാണ് അല്ലേ? നമ്മളാരെങ്കിലും നമ്മുടെ മക്കളെയോ ഭാര്യമാരെയോ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുമോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തു. എന്തേ കാരണം? അള്ളാഹു തആല പറഞ്ഞു. ഞാൻ അവിടെ എന്താ ചിന്തിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞു കൊണ്ടാക്കി. എന്നിട്ട് കൊണ്ടാക്കി പോരുമ്പോൾ നമ്മൾ ഞാൻ കൊണ്ടാക്കിയാൽ തന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമ്മളെ ഭാര്യയും കുട്ടികളോടെ നിൽക്കുമോ? നമ്മളെ കൂടെ അങ്ങോട്ട് പോരൂലേ? അവരവിടെ നിൽക്കാൻ ധൈര്യപ്പെടും. പക്ഷേ ഹാജറാബി നിന്നു. ഹാജറാബി ആദ്യം ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, 1-2 പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ ഒറ്റക്കാക്കി പോവാണോ? ഒന്നും മിണ്ടിയില്ല. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചു ഹാജറാബി റളിയല്ലാഹു അൻഹ, നിങ്ങളോട് അള്ളാഹു തആല പറഞ്ഞിട്ടാ ഞങ്ങളോട് ഒറ്റക്കാക്കി പോണ്? നഅം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നിങ്ങൾ പോയിക്കോളും മനുഷ്യ, അള്ളാഹു തആല ഞങ്ങളെ വെറുതെ ആക്കൂല, നിങ്ങൾ പോയിക്കോളും. എന്താണ് ആ പറച്ചില്? ആരുമില്ല, മരുഭൂമിയാണ്, ഒറ്റപ്പെട്ട ഒരു കുഞ്ഞും ഈ പെണ്ണും മാത്രം, ഹാജറ ബീവി മാത്രം, ഒരു കുട്ടിയും ഉമ്മയും മാത്രം. അതൊന്ന് ആലോചിച്ചു നോക്കും. റളിയല്ലാഹു അൻഹ. അള്ള പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകണം, നിങ്ങൾ പോയിക്കോളിയും. അതാണ് ഹാജരിയത്ത്. അള്ള പറഞ്ഞിട്ടാ ഒരു പ്രശ്നമില്ല. എൻ്റെ അസുഖം, എൻ്റെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ട് അള്ളാഹ് വന്നിട്ടാണ്, എനിക്കെന്ത് അള്ളാഹു തആല തീരുമാനം ഉണ്ടാക്കും. ഞാനതിന് ബേജാറാണ്, വെപ്രാളപ്പെടുന്നു. ഹാജരിയത്താണ്. അപ്പോൾ ഇബ്രാഹിമിയത്തുമായി ഹാജരിയത്ത്. ഇനിയുള്ളത് ഇസ്മായിലിയത്താണ്. ഇസ്മായിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ അള്ള പറഞ്ഞ ഞങ്ങൾ ചെയ്തോളി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചില്ല, മോനെ നിന്നെ അറുക്കണം എന്ന് സ്വപ്നമുണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചു. അതിനെന്താ വാപ്പ? അള്ള പറഞ്ഞല്ല ഞങ്ങളോട് അറുത്തോളി. അള്ള പറഞ്ഞതല്ല അറുത്തോളൂ, ഞാൻ സന്നദ്ധനാണ്, ഞാൻ എന്തിനും റെഡിയാണ്, ഞാൻ സാബിറാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോനോട് ഐസ്ക്രീം വാങ്ങിത്തറ പോരുന്നല്ല പറഞ്ഞത്, അറുക്കാൻ കൊണ്ടോട്ടെ, ഞാൻ വരാം വാപ്പ പറഞ്ഞതല്ല ഇഫ്അൽ മാ തുഅ്മർ. അള്ളാഹ് തങ്ങൾ പറഞ്ഞു ചെയ്തോളി. ഇബ്രാഹിമിയത്തും ഇസ്മായിലിയത്തും ഹാജരിയത്തും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത് മൂന്നുണ്ടായ കുടുംബം നന്നാവുന്നത്. ആട്ടെ, ഇനി നമ്മൾ 115-ാമത്തെ ആയത്തിലേക്ക് കിടക്കുകയാണ്. 113-ാമത്തെ ആയത്ത് അവതരിച്ചപ്പോൾ സഹാബികളിൽ പല ആളുകൾക്കും പേടിയായി. മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം ചെയ്യരുത് എന്നാണ് 113-ൽ പറഞ്ഞത്.
അങ്ങനെ തന്നെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി. അപ്പം മുമ്പ് അങ്ങനെ ചെയ്ത ആളുകൾ കുറ്റക്കാരാവുമോ? ഞങ്ങളങ്ങനെ ചെയ്തിരുന്നല്ലോ റബ്ബേ, ഈ ആയത്ത് ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് പേടി. അപ്പം അത്തരം ആളുകൾ അള്ളാഹു തആല ആശ്വസിപ്പിക്കുകയാണ് 115-ാമത്തെ ആയത്തിൽ. ഈ നിരോധം വരുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തതിന് കുഴപ്പമില്ല, ഇനി ചെയ്യാതിരുന്നാൽ മതി. അവർ ചെയ്തത് ഈ ഒരു നിരോധന ഉത്തരവിന് മുമ്പല്ലേ, അതുകൊണ്ട് കുറ്റമില്ല, മേലിൽ അത് തുടരരുത് എന്ന് മാത്രം. ഒരു നടപടി തെറ്റാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തതിന് ശേഷമേ ആ കൽപ്പന ധിക്കരിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അത് കുറ്റമായി കണക്കൂട്ടു. അല്ലാതെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ അത് കുറ്റമായി രേഖപ്പെടുത്തുന്ന പരിപാടി അള്ളാഹുവിനില്ല. സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം നൽകി അള്ളാഹു അനുഗ്രഹിച്ച ശേഷം അവർ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ശരിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ അള്ളാഹു തആല അവരത് ചെയ്തില്ലെങ്കിൽ അത് കുറ്റമായി പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ അത് കുറ്റമാണ് എന്ന് നിശ്ചയിക്കുന്ന പതിവ് അള്ളാഹുവിനില്ല. അവർ സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വ്യക്തമാക്കി കൊടുത്തിട്ട് പിന്നെയും അത് പാലിക്കാതിരുന്നാൽ മാത്രമാണ് തെറ്റായി പരിഗണിക്കപ്പെടുന്നത്. അതാണ് 115-ൽ പറയുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അമാ കാന അല്ലാഹു അല്ല ലിയുദില്ല ദുർമാർഗത്തിലാക്കുകയില്ല, തെറ്റായി പരിഗണിക്കുകയില്ല ഖൗമൻ ഒരു സമൂഹത്തെ അല്ലാഹു തആല തെറ്റുകാരായി പരിഗണിക്കുകയില്ല. തെറ്റുകാരാണ്, ദുർമാർഗക്കാരാണ് എന്ന് പറയുകയില്ല. ബഅദ ഇദ് ഹദാഹും, അള്ളാഹു അവരെ ഹിദായത്തിലേക്ക് നയിച്ചതിന് ശേഷം, അവരെ മുസ്ലിമീങ്ങളാക്കിയതിനു ശേഷം. ഏതുവരെ? ഹത്താ യുബയ്യിന ലഹും, അവർക്ക് അവൻ വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ. മാ യത്തഖൂൻ, അവർ തഖ്വ ചെയ്യേണ്ട, അവർ സൂക്ഷിക്കേണ്ട, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്ക് വ്യക്തമായി സ്പഷ്ടമാക്കി കൊടുത്തതിന് ശേഷമല്ലാതെ താൻ സന്മാർഗത്തിലേക്ക് നയിച്ച ഒരു വിഭാഗത്തെ ദുർമാർഗത്തിലാക്കുന്ന രീതി അള്ളാഹുവിനില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായതിനു ശേഷം ഇന്നും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ അവരെ ഒറ്റയടിക്കങ്ങോട്ട് കുറ്റക്കാരായി എഴുതുന്ന രീതി അള്ളാഹുവിനില്ല. എല്ലാവരെയും വഴിപിഴച്ചവരായി കണക്കാക്കുന്ന രീതി അള്ളാഹുവിനില്ല. അതാണ് ഒമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ, അള്ളാഹു തആല ഒരു ഖൗമിനെ ദുർമാർഗത്തിലാക്കുന്ന രീതിയില്ല, അള്ളാഹു ചെയ്യൂല, അള്ളാഹുവിന്റെ രീതിയില്ല. ബഅദ ഇദ് ഹദാഹും, അവർക്ക് ഹിദായത്ത് കൊടുത്തതിന് ശേഷം. ഏതുവരെ? ഹത്താ യുബയ്യിന ലഹും, അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ. അങ്ങനെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അല്ലാതെ അങ്ങനെ അവരെ തെറ്റുകാരായി ചിത്രീകരിക്കുന്ന രീതിയില്ല. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. മാ യത്തഖൂൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അല്ലാതെ അല്ലാഹു തആല ആരെയും അങ്ങനെ തെറ്റുകാരായി പരിഗണിക്കുകയില്ല. 116-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അള്ളാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ. ആകാശഭൂമികളുടെ ആധിപത്യം അവന് മാത്രമാണ് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കാനും മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ അല്ലാഹു തആല പ്രേരണ നൽകുകയാണ് ഇനി. അതായത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത മരിക്കുമെന്നൊരു പേടി, അത് വേണ്ട. യുദ്ധത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും സമയാങ്ങൾ മരിക്കും. അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. കാരണം ആകാശഭൂമികൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ്, സർവ്വതും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് മരിക്കാനോ പങ്കെടുക്കാതിരിക്കുന്നത് മരണത്തിൽ നിന്ന് ഒഴിവാകാനോ കാരണമല്ല. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ അവിശ്വാസികളായ ആളുകൾ, എത്ര ശക്തിയും പ്രതാപമുള്ള ആളുകളായാലും നിങ്ങൾ പേടിക്കേണ്ട മുഅ്മിനീങ്ങളെ, നിങ്ങളവരെ പേടിക്കേണ്ട കാര്യമല്ല. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നന്മയും സഹായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല. സഹായം നന്മയ്ക്ക് വരുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഇങ്ങനൊരു സൂചനയും ഇനി പഠിക്കുന്ന ആയത്തിലുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് യുഹ്യീ വയുമീത് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, ലഹു, അവനുള്ളതാണ്, മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം. മുൽക്ക് എന്ന് പറഞ്ഞാൽ ആധിപത്യം. യുഹ്യീ വയുമീത്, അവനാണ് ജീവിപ്പിക്കുന്നവൻ. വയുമീത്, അവനാണ് മരിപ്പിക്കുന്നവൻ. വമാ ലക്കും, നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, മിൻ വലിയ്യിൻ, ഒരു രക്ഷാധികാരിയും ഇല്ല, വലാ നസീർ, ഒരു സഹായിയും ഇല്ല. അള്ളാഹുവാണ് നിങ്ങളെ സഹായിക്കുക. മുശ്രിക്കീങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിക്കണ്ട, അവരൊന്നും വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. അവരൊന്നും ഒന്നും കിട്ടാനില്ല.
നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ രക്ഷാധികാരി അള്ളാഹുവാണ്, വേറെ ആരുമല്ല. 117 ആയത്തിൽ കിടക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാഹനത്തിന് കുറവുണ്ട്, ഭക്ഷണത്തിന് കുറവുണ്ട്, ക്ഷാമമുള്ള കാലമാണ്, വെള്ളം എല്ലാത്തിനും ബുദ്ധിമുട്ടുന്ന കാലം, സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള സമയമാണ്. പോരാത്തത് യാത്ര ചെയ്യാനുള്ളത് മരുഭൂമിയിലൂടെയാണ്, മാസക്കണക്കിനുള്ള വഴിദൂരമുണ്ട്. അപ്പോൾ ആ ഹദീസിൽ കാണാം, ആ യാത്രയിൽ സ്വഹാബികളൊക്കെ വല്ലാതെ വിശക്കണ സമയത്ത് ഒരു കാരക്ക 2 ആളുകൾ മുതൽ 10 ആളുകൾ വരെ ചീന്തിയിട്ട് ചീളാക്കിയിട്ട് അത് പങ്കിട്ടെടുത്ത് കഴിക്കും. പലപ്പോഴും ഒരൊറ്റ കാരക്ക മാത്രം വായിലിട്ടിട്ട് അതങ്ങനെ ഒരുപാട് സമയം ഊമ്പിയിട്ട് വെള്ളം കുടിച്ച്, പച്ചവെള്ളം കുടിച്ച് വിശപ്പും ദാഹവും അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരൊറ്റ കാരക്ക കൊണ്ട്, ഒരു കാരക്ക കൊണ്ട് തന്നെ പല ആളുകളും ചീളാക്കിയിട്ട് 10 വരെ ആളുകൾ ഒന്നും വന്ന് കഴിച്ചിട്ടുണ്ട്. ദാഹിച്ച് വലഞ്ഞ സമയത്ത് പലപ്പോഴും ഒട്ടകത്തറുത്തിട്ട്, ഒട്ടകം ആകെ കുറച്ച് ഉള്ളവരെടുത്ത്, പക്ഷെ വെള്ള ഒട്ടകങ്ങളെ ദാഹം സഹിക്കാൻ വയ്യാതെ ഒട്ടകത്തറുത്തിട്ട് അതിൻ്റെ ഉൾസഞ്ചികൾ, അതിൻ്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിച്ചിരിക്കുന്ന സഞ്ചി ഉണ്ടാവും, ആ സഞ്ചി പൊട്ടിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അതുകൊണ്ട് ദാഹം മാറ്റേണ്ടി വന്നിട്ടുണ്ട് സ്വഹാബത്തിന്. ഇങ്ങനെ പല കടുത്ത അനുഭവങ്ങളും ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹദീസുകളിലുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ സ്വഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാതെ മാറി നിന്നാലോ എന്നുപോലും ആഗ്രഹിച്ചു പോയി, എന്നുപോലും കരുതിപ്പോയി. പക്ഷേ അല്ലാഹു തആല അവരെ കാത്തു. അല്ലാഹു തആല അവർക്ക് മനോധൈര്യം നൽകി, അങ്ങനെ അവർക്ക് അനുഗ്രഹം നൽകി. അവർ തബൂക്കിൽ പോയി. പിന്നെയോ അഭിമാനത്തോടു കൂടി, യുദ്ധമില്ലാതെ തന്നെ അവർ സന്തോഷത്തോടുകൂടി മടങ്ങി. യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല, തബൂക്കിൽ യുദ്ധം നടന്നിട്ടില്ല. അവർ താമസിച്ചിരുന്ന ആ നാട്ടിൽ കുറച്ച് ദിവസം അവർ തബൂക്കിൽ താമസിച്ചു. അവന് ചുറ്റുവട്ടത്തിലെ ആളുകളൊക്കെ വന്നിട്ട് അവരുമായി സന്ധി ചെയ്തു. അങ്ങനെ വിജയത്തോടു കൂടി അവർ മടങ്ങി. അതുപോലെ തന്നെ ചില ആളുകൾ യാത്ര തുടങ്ങാനങ്ങോട്ട് തുടങ്ങുകയും ചെയ്തു. പക്ഷേ പുറപ്പെട്ടത് മനസ്സോടെയാണ്. വഴിയിൽ പല പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്ന് വരെ ചില ആൾക്ക് തോന്നി. അത് സ്വാഭാവികമാണ്. തിരിച്ചു പോരെന്ന് വരെ തോന്നി. സ്വാഭാവികമാണ്. സാഹചര്യങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. മനസ്സുറപ്പില്ലാത്ത ആളുകളുണ്ടാവാം കൂട്ടത്തിൽ. മുഅ്മിനീങ്ങളായിട്ട് ശരിക്കായി ഈമാൻ അങ്ങോട്ട് ഉറക്കാത്ത ആളുകളുണ്ടാവാം. അവരൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ കരുതാനുള്ള സാധ്യത കൂടുതലുണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ കരുതി എന്നല്ല പറഞ്ഞത്, കുറച്ച് ആളുകൾക്ക് അങ്ങനെ തോന്നി, അല്ലാതെ പൊതുവേ എന്നല്ല. പക്ഷേ ആ തോന്നിയ ആളുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചു. കുറച്ച് നേരത്തേക്ക് മാനസികമായ അങ്ങനെ അസ്വസ്ഥത അവർക്ക് തോന്നിയെങ്കിലും അതൊന്നും സ്ഥിരമായി നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉഷാറായി. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അള്ളാഹു തആല അവരെ കാത്തു. മനസ്സിൽ വരുന്ന ആ പതർച്ച അള്ളാഹു തആല കാത്തു. അവരെ പതറാതെ സ്ഥൈര്യമായി ക്ഷമയോടുകൂടി അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു തആല അവരെ സഹായിച്ചു. അങ്ങനെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അള്ളാഹു അവരെ സഹായിച്ചപ്പോൾ ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അവർ ഉറച്ചു നിന്നു എന്നാണ് 117 അള്ളാഹു തആല പറയുന്നത്. അത്തരം ആളുകളുടെ പശ്ചാത്താപം പ്രത്യേകിച്ച് അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അവർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മനസ്സിലങ്ങനെ തോന്നി തിരിച്ചു പോയാലോ എന്നൊക്കെ. ശരിക്കും തെറ്റാണല്ലോ അങ്ങനെ ആലോചിക്കുന്നത്. അതൊന്നും സാരമില്ല. അള്ളാഹു തആല അവർക്ക് അതൊക്കെ അത്തരം ചിന്താഗതികൾക്കൊക്കെ മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. لقد تاب الله. അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മാപ്പ് ചെയ്തിട്ടുണ്ട്. അലൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, വൽ മുഹാജിരീന മുഹാജിരീങ്ങളായ ആളുകൾക്ക്, വൽ അൻസാർ അൻസാരികൾക്കും. അല്ലദീന എങ്ങനെയുള്ളവരാണവർ? ഇത്തബഊഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോയിട്ടുണ്ട്. അവർ എപ്പോ? ഫീ സാഅത്തിൽ ഉസ്റതി, വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ. ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം. ഫീ സാഅത്തിൽ ഉസ്റ, പ്രതിസന്ധിയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയ അൻസ്വാരികൾക്കും മുഹാജിറുകൾക്കും അല്ലാഹു തആല മാപ്പരുളിയിട്ടുണ്ട്. എപ്പോ? എന്തിനു ശേഷം? മിംബാദി, ശേഷം, മാ കാദ യസീബു ഖുലൂബ ഫരീഖ് മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ മനസ്സ് വഴിതെറ്റിപ്പോകാൻ അടുത്ത ശേഷം. മിംബാദി, ശേഷം, മാ കാദ,
യസീഗു വഴിതെറ്റിപ്പോകാൻ അടുത്ത ശേഷം. എന്ത് വഴിതെറ്റിപ്പോകാൻ? ഖുലൂബ് ഹൃദയങ്ങൾ. ആരുടെ? ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഹൃദയങ്ങൾ വഴിതെറ്റിപ്പോകാൻ അടുത്ത ശേഷം അല്ലാഹു തആല അവർക്ക് മാപ്പ് അരുളിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുറപ്പെടണോ എന്ന് സംശയിച്ച് പുറപ്പെടാൻ നിന്നു. ചില ആളുകൾ പുറപ്പെട്ടിട്ട് വഴിന്ന് തിരിച്ചു പോകുന്നതെന്ന് ആലോചിച്ചു. ഇങ്ങനെ അവരുടെ ഹൃദയങ്ങൾ വഴിതെറ്റിപ്പോകാൻ അടുത്തു. കാരണം യുദ്ധത്തിന് പിന്മാറാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ പിന്നെ പോകാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റല്ലേ? അതാണ് വഴിതെറ്റിപ്പോകാന്ന് പറഞ്ഞത്. ആ വഴിതെറ്റിപ്പോകാൻ അടുത്ത ശേഷം അങ്ങനെ അവർ ചിന്തിച്ചപ്പോഴേക്കും എന്തായി? അല്ലാഹു തആല അവരെ മനസ്സ് മാറ്റി കൊടുത്തിട്ട് അല്ലാഹു തആല ആ ചിന്തകൾക്ക് അവർക്ക് മാപ്പരുളി. സുമ്മ താബ അലൈഹിം, പിന്നീട് അല്ലാഹു തആല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നഹു, അല്ലാഹു തആല നിശ്ചയം അല്ലാഹു തആല ബിഹിം, അവരോട് റഊഫുൻ, വലിയ ദയാലുവാണ്, റഹീമുൻ, ഏറെ കാരുണ്യം ചൊരിയുന്നവനുമാണ്. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ. യുദ്ധയാത്രയിൽ പങ്കെടുത്ത സഹാബികളെ പറ്റി പൊതുവിൽ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി, നബിയുടെ മേലിലും അല്ലാഹു തആല മാപ്പരളി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നോ ആ തെറ്റ് പുറത്തു കൊടുത്തു എന്നോ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല, കരുതാനേ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസൂമാണ്, പാപ വിമുക്തനാണ്, തെറ്റ് ചെയ്യാത്ത ആളാണ്. എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ്. അമ്പിയാക്കൾ എല്ലാവരും മാസൂമീങ്ങളാണ്. പിന്നെ ഇവിടെ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കൂട്ടി പറഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ട്. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന എന്ന് മാത്രം പറഞ്ഞവരെ നബിനെ എന്തിനാ കൂട്ടി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, സത്യവിശ്വാസികളെ പറ്റി പൊതുവെ ഒരു കാര്യം പറയുമ്പോൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ആദരവും ബഹുമതിയാണല്ലോ. മുഅ്മിനീങ്ങളെ മനസ്സിനൊരു സമാധാനമാണല്ലോ. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നബിയെ കൂടെ കൂട്ടിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ആ പേര് കൂടെ അവിടെ പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് ഒരു കാരണമായി മുഫസ്സിറുകൾ എണ്ണിയത്. രണ്ടാമതൊരു കാരണമായി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സമുന്നതമായ പവിത്രമായ പദവി പരിഗണിക്കുമ്പോൾ അവിടെ നിന്ന് ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും ഉത്തമമായൊരു കാര്യം ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുത്തു എന്നുമാവാം. അതെന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പവിത്രമായ പദവി അത് പരിഗണിക്കുമ്പോൾ അവിടുന്ന് ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ചെയ്യാതിരുന്നത് അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുത്തു എന്നുമാവാം ഇവിടെ ഉദ്ദേശം. ഓരോരുത്തരുടെയും സ്ഥാനമനുസരിച്ച് പദവികളനുസരിച്ചൊക്കെയാണല്ലോ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുക. അപ്പം അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. ആ ചെയ്യാതിരുന്നത് അല്ലാഹു തആല പുറത്തു കൊടുത്തു, അത് മാപ്പ് ചെയ്തു കൊടുത്തു. ഏതാണ് ആ കാര്യം? നമ്മളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉത്തമമായ ഒരു കാര്യം ചെയ്തില്ല. ഏതാണ് ഉത്തമമായ കാര്യം? 43-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ച വിഷയം. അതായത് തബൂക്ക് യുദ്ധത്തിന് പിന്നെ ഓരോരുത്തർ വന്ന് ഓരോ കാരണങ്ങൾ ബോധിപ്പിച്ച്, എക്സ്ക്യൂസുകൾ ബോധിപ്പിച്ച് യുദ്ധത്തിന് പോകുന്നതിൽ നിന്നും ഒഴിവാവാനുള്ള സമ്മതം തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ വന്ന ആൾക്കാർക്കൊക്കെ നബി തങ്ങൾ എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം മാഫ് ചെയ്തു കൊടുത്തു. ആയിക്കോട്ടെ, ഒഴിവ് തരാം, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിരുന്നു. അത് അല്ലാഹു തആല 43-ാമത്തെ ആയത്തിൽ ആക്ഷേപിച്ച വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ സമ്മതം കൊടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും ഹത്താ യതബയ്യന ലക്കല്ലദീന സദഖു വതഅലമുൽ കാദിബീൻ. നുണ പറയുന്നവരാരാണ്, സത്യം പറയുന്നവരാരാണ് എന്നൊക്കെ മനസ്സിലാവാതെ എന്തിനാ താങ്കൾ എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കാര്യം സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടതായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി വെച്ച് നോക്കുമ്പോൾ തങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അവിടെ അഫല്ലാഹു അൻക എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തിനു സമ്മതം കൊടുത്തു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആ ചെയ്തത് അത് അല്ലാഹു തആല മാപ്പ് ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞൊരു ഉദ്ദേശം. ലഖദ് താബല്ലാഹു അലൻ നബി എന്ന് പറഞ്ഞൊരു ഉദ്ദേശം. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. സുമ്മ താബ അലൈഹിം, വീണ്ടും അവരുടെ തൗബ സ്വീകരിച്ചു എന്ന് ഈ ആയത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതായത് അവരുടെ പശ്ചാത്താപത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തആല സഹായിച്ചു. ഈ ആയത്തിന്റെ ആദ്യം പറഞ്ഞു ലഖദ് താബല്ലാഹു, അല്ലാഹു തആല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. പിന്നെ വീണ്ടും പറയണ ആയത്തിൽ തന്നെ സുമ്മ താബ അലൈഹിം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തൗബ, വീണ്ടും അവരുടെ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആ ചെയ്ത തൗബയുടെ മേൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തആല അവരെ സഹായിച്ചു. ലഖദ് താബല്ലാഹ്. ഇനി ഈ താബ എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. താബ എന്ന് പറഞ്ഞാൽ തൗബത്ത്, അല്ലെ? നമ്മൾ പറയും തൗബ.
താബ എന്ന് പറഞ്ഞാൽ ഇത് മാലിയായ ഫീലാണ്, പശ്ചാത്തപിച്ചു മടങ്ങി. തൗബത്ത് എന്ന് പറഞ്ഞാൽ മടക്കം, ഖേദം എന്നൊക്കെയാണ് ശരിക്കർത്ഥം. ഇത് സൃഷ്ടികൾ ചെയ്തു എന്ന് പറയുമ്പോൾ, അപ്പൊ നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ താബ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്ത തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങി, പശ്ചാത്താപം ചെയ്തു എന്ന അർത്ഥത്തിനാണ് നമ്മൾ താബ. ഒരാളെ കുറിച്ച് താബ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത തെറ്റിന് ഖേദിച്ചു മടങ്ങി. ഇനി അള്ളാഹു തആലയിലേക്ക് ചേർത്ത് താബ എന്ന് പറയും. ഈ ആയത്തിൽ പറഞ്ഞ പോലെ ലഖത്താബല്ലാഹു, അള്ളാഹു തആല തൗബ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹു തആല പശ്ചാത്താപം സ്വീകരിച്ചു, അതിന് മാപ്പ് കൊടുത്തു എന്നാണ്. അടിമ ചെയ്യുമ്പോൾ തൗബ ചെയ്തു ഖേദിച്ചു മടങ്ങി. അള്ളാഹു തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാൾ ചെയ്ത തൗബ സ്വീകരിച്ചു, അതിന് ശിക്ഷ നൽകാതിരുന്നു, മാപ്പ് ചെയ്തു കൊടുത്തു. ഓക്കെ, അപ്പം ഈ വ്യത്യാസം വ്യക്തമാക്കാനാണ് സാധാരണഗതിയിൽ ഈ പദത്തിൻ്റെ കൂടെ അല എന്ന പദം ചേർക്കുന്നത്. അതേപോലെ ഇല എന്ന അക്ഷരം, അലയും ഇലയും ചേർത്താൽ ഈ വ്യത്യാസം മനസ്സിലാക്കാമെന്നാണ്. അതായത് ഫായിലിൻ്റെ കൂടെ താബന്റെ ശേഷം വരുന്ന ഫായിൽ, ഈ ചെയ്യുന്ന ആളെ ഈ ഫായിലിൻ്റെ കൂടെ അല എന്നാണ് ഉപയോഗിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ ഇല എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ കാര്യം ശരിക്കും മനസ്സിലാവും. ഇപ്പൊ താബല്ലാഹു അലാ ഫുലാനിൻ, താബ അള്ളാഹു എന്ന ഫായിലിന്റെ കൂടെ അല എന്ന് ഉപയോഗിച്ചപ്പോൾ എന്താ അതിന്റെ അർത്ഥം? ഇന്ന ആളുടെ പശ്ചാത്താപം അള്ളാഹു തആല സ്വീകരിച്ചു എന്നാണ്. താബല്ലാഹു അലാ ഫുലാനിൻ, അല ചേർത്ത് വരുമ്പോൾ ഇന്ന ആളുടെ തൗബ അള്ളാഹു തആല സ്വീകരിച്ചു. ഇനി താബല്ലാഹു ഇലാ താബ ഫുലാനുൻ ഇലല്ലാഹി, എങ്ങനെ? താബ ഫുലാനുൻ ഇലല്ലാഹി, ഇന്ന ആള് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. മനസ്സിലാവുണ്ടോ? അതാണ് വ്യത്യാസം. അല എന്ന് പറയുമ്പോൾ നാളെ തൗബ സ്വീകരിച്ചു, ഇല എന്ന് പറയുമ്പോൾ ഖേദിച്ചു മടങ്ങി. പിന്നെ തവ്വാബ്, തവ്വാബ് എന്ന് പറഞ്ഞാൽ അധികമായി ഖേദിച്ചു മടങ്ങുന്നവൻ. ഈ പദം പറയുമ്പോഴും ഇതേപോലെ തന്നെയാണ്. അള്ളാഹുവാണ് തവ്വാബ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അള്ളാഹു തആല കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണെന്ന് അർത്ഥം പറയും. മനുഷ്യൻ കൂടുതൽ തവ്വാബാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് തൗബ ചെയ്ത് മടങ്ങുന്നവനാണെന്ന് അർത്ഥം അല്ലേ? ഇത്രയൊക്കെ ഇതാണ് താബ അല്ലെങ്കിൽ തൗബ എന്ന പദവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ. ഏതായാലും ഇത്രയൊക്കെ പ്രയാസങ്ങൾ സഹിച്ച മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹു നേരത്തെ 111 പറഞ്ഞ ഒരു ഇടപാടുണ്ടല്ലോ, ആ ഇടപാട്, അതായത് അവരുടെ ശരീരവും സമ്പത്തും സ്വർഗത്തിന് പകരമായി അള്ളാഹു വാങ്ങി എന്ന് പറഞ്ഞ ഇടപാട് ശരിക്കും അവർ നിറവേറ്റുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത് ത്യാഗങ്ങൾ ചെയ്യാൻ മഹാന്മാരായ സ്വഹാബത്ത് തയ്യാറായിട്ടുണ്ട്. അതുപോലെ 112 ആയത്തിൽ പറഞ്ഞ എല്ലാ നല്ല ശ്രേഷ്ഠ ഗുണങ്ങളുടെയും അനുഭവ സാക്ഷ്യങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെയായിരുന്നവർ തായിബീങ്ങളായിരുന്നു, ആബിദീങ്ങളായിരുന്നു, ഹാമിദീങ്ങളായിരുന്നു, സാഹിഹീങ്ങളായിരുന്നു, നിസ്കരിക്കുന്നവരായിരുന്നു, നല്ലതുകൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അള്ളാഹുവിൻ്റെ അതിരുകളെല്ലാം നിയമപരിധികളെല്ലാം കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ആളുകളായിരുന്നു. ഇങ്ങനൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടത്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെക്കുറിച്ച് അള്ളാഹുവിനും തൃപ്തിയാണ്, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിയാണ്. മാഷാ അള്ളാഹ്. അള്ളാഹു അവരോടൊപ്പം നമ്മളെ ഇന്നാൾ ജന്നാത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. മഹാന്മാരായ സഹാബത്തിൻ്റെ കൂടെ ഞങ്ങളെ നാളെയും ജന്നാത്ത് ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹ് ഞങ്ങളുടെ തെറ്റുകളെല്ലാം പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഈ ഖുർആൻ ക്ലാസ്സും ദീനി ഖിദ്മത്തും ഒക്കെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന വലിയ അമലുകളായി മാറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കും പുറത്തു കൊടുക്കണം തമ്പുരാനെ. ഈ ക്ലാസ് കേൾക്കുന്നവർക്കും അത് റെഫർ ചെയ്യുന്നവർക്കും എന്നോട് അധ്വാനിക്കുന്നവർക്കും പുറത്തു കൊടുക്കണം തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ഖബൂൽ ചെയ്യണം അള്ളാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്ക് സലാമത്ത് നൽകണം തമ്പുരാനെ. രോഗികൾക്ക് ശിഫ നൽകണം അള്ളാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولا دعاتنا എപ്പോഴും سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.